ഗായ്സ്, ഇന്നത്തെ മോർണിംഗ് റൊട്ടീനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 6:30 ആയപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് എണീറ്റു. രാവിലെ തന്നെ ഡോറൊക്കെ തുറന്നു. രാവിലത്തെ ഒരു മോർണിംഗ് വ്യൂ ഒക്കെ ആസ്വദിക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് രാവിലെ ഭയങ്കരമായിട്ട് വിശന്നു. അപ്പം നേരെ ഞാൻ അടുക്കളയിലോട്ട് ചെന്നിട്ട് അമ്മച്ചി എടുത്ത് പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് എന്തുവാന്ന് വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി തിന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ അപ്പവും പെട്ടെന്ന് ചമ്മന്തിയും ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. എനിക്ക് എന്തോ ഭയങ്കര വിശപ്പായിരുന്നു. അതിനുശേഷം എന്തായാലും രാവിലേക്ക് എണീറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ അടുക്കളയിലെ പണികൾ ഒക്കെ അങ്ങ് ഒതുക്കാമെന്ന്. അപ്പോഴത്തേക്ക് നമുക്ക് കുറേ ടൈം പിന്നെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുമല്ലോ. ഇന്ന് രാവിലെ ആണെങ്കിൽ അച്ഛൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മുരിങ്ങയ്ക്ക ഇഷ്ടം പോലെ ഏകദേശം 1.5 കിലോളം മുരിങ്ങയ്ക്ക മേടിച്ചുകൊണ്ട് വന്ന് ലാഭത്തിന് കിട്ടിയെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് മുരിങ്ങയ്ക്ക കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുരിങ്ങയ്ക്ക തേങ്ങയൊക്കെ ഇട്ട് അരച്ച് ഒരു മുരിങ്ങയ്ക്ക കറി ഞാനങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ഒരു കാ വെച്ചിട്ടുള്ളൊരു തോരനും ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ ഇരിപ്പുണ്ടായിരുന്നു, മീൻ വറുക്കാമെന്നും കൂടാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേ കാത്തോരനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മുരിങ്ങയ്ക്ക നമ്മുടെ അരപ്പ് തിളച്ച് വന്നതിന് ശേഷം മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുവാണ്. എന്തായാലും അത് വെന്തോട്ടെ. ആ സൈഡിൽ കൂടെ ഞാൻ മീൻ വറുക്കുന്നത് സെറ്റാക്കുന്നുണ്ട്. മീൻ വറുക്കുന്ന റെസിപ്പി വേണമെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ മീൻ അരപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയ്ക്ക കറി സെറ്റായി, എല്ലാം ഒരുവിധം ഓക്കെ. അപ്പോഴത്തേക്കാണ് ഞാൻ പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ നല്ല മഴ പെയ്യുന്നുണ്ട്. ഓണമൊക്കെ ആയിട്ടും മഴയൊന്നും തീർന്നിട്ടില്ല ഗൈസ്, നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 2-3 ദിവസം കൂടെ അല്ലേ ഉള്ള ഓണത്തിന്. അപ്പം ഞാൻ വിചാരിച്ച അച്ചാറൊക്കെ സൈഡിൽ കൂടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം ഇന്നത്തെ ദിവസം ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങാച്ചാറായിരുന്നു. അപ്പോൾ മാങ്ങ എല്ലാം കുനുകുന അരിയുന്നുണ്ട്. എന്നിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു സന്ധ്യയ്ക്ക് ആകുമ്പോഴത്തേക്ക് ഇട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, മുരിങ്ങയ്ക്ക അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മാങ്ങയും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഞാനിത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം കുറച്ചൊക്കെ പഴുത്ത മാങ്ങയായിരുന്നു, പക്ഷേ എനിക്ക് പഴുത്ത മാങ്ങയൊക്കെ അച്ചാറിടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് ഉപ്പിലിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഫുഡും കഴിച്ച് ആസനസ്ഥനാകുമായിരുന്നു. അപ്പോൾ ബൈ ഗായ്സ്.